ശരിയാവാ? എടാ, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഈ കോമ്പറ്റീഷൻ ഒന്നല്ല. ഇറ്റ്സ് ഡിസ്ട്രാക്ഷൻസ് ദാറ്റ് യു കീപ് ഓൺ ഡൂയിങ്. നമ്മൾ ഒരു ആവശ്യമില്ലാണ്ട് സമയം വേസ്റ്റ് ചെയ്യും. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യും. ഇതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആഗ്രഹങ്ങൾ ഭയങ്കര വലുതാ. നമുക്ക് നല്ല ടോപ്പർ ആവണം, നല്ല മാർക്ക് വാങ്ങിക്കണം, വലിയ കാശുകാരാവണം, നല്ല ബിസിനസ് ചെയ്യണം, വീട്ടുകാരെ റിട്ടയർ ചെയ്യിപ്പിക്കണം. എടാ, ഈ ആഗ്രഹങ്ങളൊക്കെ കയറിയിട്ട് ഡ്രൈവിംഗ് സീറ്റിലും അതിന് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് കയറിയിട്ട് ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവാ? ഇഫ് യു അൾട്ടിമേറ്റ്ലി ഹാവ് എ ഡ്രീം, നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പണിയെടുക്കുക. അപ്പൊ ഈ ഒരു എന്താ പറയുക, ഹാർഡ് വർക്കിന്റെ റിസൾട്ട് കാണാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്, സത്യമാണ്. പക്ഷേ റിമെമ്പർ, ഇതൊന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾ റിഗ്രറ്റ് അടിക്കുന്ന ഒരു സമയമുണ്ട്. അതിന്റെ കഷ്ടപ്പാട് അത്രയും വലിയൊരു സ്വപ്നം ഉണ്ടായിട്ട് ഒരു രാത്രി നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നീ തോൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എടാ, എല്ലാ ദിവസവും വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ മാത്രം ഒന്നും നടക്കുന്നില്ല, ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിന് പകരം പുഷ് യുവർ സെൽഫ് ഹാർഡ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക. അവിടെ ആ സ്പിരിറ്റ്. പണ്ട് കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്നാണ്. എടാ, ഒന്നുമില്ലെങ്കിലും നിന്റെ ഫാമിലിയുടെ ഇൻകം നോക്ക്. ലുക്ക് ആറ്റ് യുവർ ഫാമിലി ആൻഡ് ഹൗസ് കണ്ടീഷൻസ്. നീയും ആഗ്രഹിക്കുന്നില്ലേ നിന്റെ ഫാമിലിക്ക് ഒരു വെൽ സെറ്റിൽഡ് ലക്ഷറിയസ് ലൈഫ് കൊടുക്കാൻ? സോ അതുകൊണ്ടാണ് പറയുന്നത്, ഒറ്റയ്ക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ട് ബി ദാറ്റ് ബ്ലഡ് ലൈൻ ബ്രേക്കർ മാൻ. എടാ, നിന്റെ കഥ കേൾക്കാൻ ഒരാളും റെഡി ആവില്ല until you succeed. So always remember, no risk, no story. എടാ, വല്ല സിറിഞ്ചും കുത്തിക്കയറ്റിയോ അല്ലെങ്കിൽ മറ്റേ മൂക്കിൽ എന്തെങ്കിലും വലിച്ചു കയറ്റിയിട്ടോ കിട്ടുന്ന 2-3 മണിക്കൂർ നിൽക്കുന്ന ലഹരിയൊന്നും അല്ലടാ മക്കളെ ലഹരി എന്ന് പറഞ്ഞാല്. നിങ്ങളെ കൊണ്ടതൊന്നും നടക്കൂല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അത് നടത്തിയതിനു ശേഷം ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിങ്ങൾ കാണുന്ന ഒരു തീയുണ്ട്, അസൂയന്റെ തീക്കനൽ എന്ന് പറയും. അത് കാണുമ്പോൾ നിങ്ങളുടെ ഞരമ്പ് കൂടെ കയറുന്ന ഒരു ലഹരിയുണ്ട്. ഇതാണ് ലഹരി. നിങ്ങൾ വെറുതെ ഈ ടെമ്പററി ലഹരിക്ക് വേണ്ടി ഒന്നും പണിയെടുക്കാണ്ട് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന പെർമനന്റ് ലഹരി ഉണ്ടാക്കും. അതിനുവേണ്ടി വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് അതിന് ജീവൻ കൊടുക്കും. എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതമാക്കി മാറ്റും. ഇന്ന് നമ്മൾ അറിയുന്ന ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. ആൾക്കൊരു മുൻപൊരു കാലം ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എക്സോസ്റ്റം കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന, വളരെ ഹാർഡായിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെലിഞ്ഞ പയ്യൻ. അവന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. He didn't have any fancy gears, but അവന്റെ കയ്യിൽ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, an obsession to be great. 14-ാം വയസ്സിൽ വീട് വിട്ട